വേഗം വരുന്നവനായി ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹോപ്പ് ഗിവേഴ്സ് മിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നേ ദിവസം ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദാംശം റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. നാം റോമാലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പോളിൻ്റെ 3-ാം മിഷണറി യാത്രയിൽ കൊരിന്തിൽ വെച്ച് AD 58 ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനത്തെ സഭാപിതാക്കന്മാർ 5-ാമത്തെ സുവിശേഷം എന്നാണ് വിളിക്കുന്നത്. പഴയ നിയമ ഉദ്ധരണികൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസലോ. നമുക്കറിയാം, സെയിന്റ് പോള് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 6-ാമത്തെ ലേഖനമാണ് ഇതെങ്കിലും ഉപദേശ വിഷയങ്ങളുടെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ആദ്യം തന്നെ ഇത് ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സെയിന്റ് പോൾ ഇതിനെ തൻ്റെ സുവിശേഷമെന്നാണ് വിളിച്ചിരിക്കുന്നത്. പ്രൈസലോ. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. Therefore, since we have been justified through faith, we have peace with God through our Lord Jesus Christ, through whom we have gained access by faith into this grace in which we now stand. And we rejoice in the hope of the glory of God. Not only so, but we also rejoice in our sufferings, because we know that suffering produces perseverance, perseverance, character, and character, hope. And hope does not disappoint us, because God has poured out His love into our hearts by the Holy Spirit whom He has given us. മലയാളത്തിൽ നമ്മളത് വായിക്കുമ്പോൾ ഈ therefore എന്ന് പറയുന്ന ആ പദം അവിടെ എഴുതിയിട്ടില്ല. മലയാളത്തിലേക്ക് വന്നപ്പോൾ ആരംഭിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പ്രസംഗ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഹൗ ക്യാൻ എ പേഴ്സൺ ബി സേവ്ഡ്? ഒരു മനുഷ്യൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണല്ലോ. സർവ്വത്തിനും ആധാരം വചനമാണല്ലോ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പറയാൻ കഴിയണം. പറയുന്നതിൽ ഒക്കെ അല്പം ശരിയൊക്കെ ഉണ്ട്, തെറ്റൊന്നുമില്ല. എങ്കിലും വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കം ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 8. എഫേസ്യ ലേഖനം 2:8 പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല,
ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമ്മളിവിടെ വായിച്ചത്. രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് അവിടെ നമ്മൾ കണ്ടത്? കൃപയാൽ, വിശ്വാസം മൂലം, അല്ലേ? യേശു ക്രിസ്തുവിനാൽ, തിരുവെഴുത്തുകളിൻ പ്രകാരം, ദൈവനാമ മഹത്വത്തിനാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ റോമൻ കാത്തലിസം അതിൻ്റെ ടീച്ചിങ്സ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ പഠിപ്പിക്കുന്നത് രക്ഷ എന്ന് പറയുന്നതിന് ഫെയ്ത്തും വർക്ക്സും, ഫെയ്ത്ത് പ്ലസ് വർക്ക്സ്. ഹല്ലേലൂയ. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നു ഫെയ്ത്ത് അലോൺ, വിശ്വാസം മാത്രം. നമുക്കറിയാം AD 1517 മാർട്ടിൻ ലൂതർ റിഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ആക്കിയ കാര്യം തന്നെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. സോ നോട്ട് ഫെയ്ത്ത് ആൻഡ് വർക്ക്സ്, ഫെയ്ത്ത് അലോൺ. വീണ്ടും കാത്തലിസം ടീച്ചിങ്ങിൽ പറയുന്നത് ഗ്രേസ് പ്ലസ് മെറിറ്റ്. ഹല്ലേലൂയ. എന്നാൽ തിരുവചന സത്യം പറയുന്നു ഗ്രേസ് അലോൺ. വീണ്ടും കാത്തലിസിസം ടീച്ചിങ് പറയുന്നു രക്ഷ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് പ്ലസ് അതർ മീഡിയേറ്റേഴ്സ്, ക്രിസ്തുവും മറ്റ് മധ്യസ്ഥരും. എന്നാൽ തിരുവചന സത്യം പറയുന്നു ക്രൈസ്റ്റ് അലോൺ. വീണ്ടും കാത്തലിസം ടീച്ചിങ് പറയുന്നത് സ്ക്രിപ്ചർ പ്ലസ് അതർ ട്രഡീഷൻ. വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേസ്? സ്ക്രിപ്ചർ അലോൺ. തിരുവചനവും പാരമ്പര്യവും ചേർന്നല്ല, തിരുവചനം മാത്രം. വീണ്ടും കാത്തലിസം ടീച്ചിങ്ങിൽ പറയുന്നു ഗ്ലോറി ഓഫ് ഗോഡ് പ്ലസ് ഗ്ലോറി ഓഫ് സെയിൻസ്. ദൈവമഹത്വവും വിശുദ്ധന്മാരുടെ മഹത്വവും ചേർത്ത് പറയുമ്പോൾ തിരുവചനം പറയുന്നു ഗ്ലോറി ഓഫ് ഗോഡ് എലോൺ, ദൈവനാമ മഹത്വം മാത്രം. ചുരുക്കി പറഞ്ഞാൽ ബൈ ഗ്രേസ് അലോൺ. അതിന് നമുക്ക് സോളാ ഗ്രേഷ്യ എന്ന് പറയാം. ത്രൂ ഫെയ്ത്ത് അലോൺ, സോളാ ഫിഡേ. ഇൻ ക്രൈസ്റ്റ് അലോൺ, സോളസ് ക്രിസ്റ്റസ്. അക്കോർഡിംഗ് ടു സ്ക്രിപ്ചർ അലോൺ, സോളാ സ്ക്രിപ്റ്റുറ. ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് അലോൺ, ദൈവനാമ മഹത്വത്തിന് മാത്രം, സോളി ഡിയോ ഗ്രേഷ്യ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിലിങ്ങനെ പറയുന്നു, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. 22-ാം വാക്യത്തിൽ തുടർന്ന് പറയുന്നു, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ബട്ട് നൗ അപ്പാർട്ട് ഫ്രം ദ ലോ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഹാസ് ബീൻ മാനിഫെസ്റ്റഡ്, ബീങ് വിറ്റ്നസ്ഡ് ബൈ ദ ലോ ആൻഡ് ദ പ്രോഫറ്റ്സ്. 22nd verse, even the righteousness of God through faith in Jesus Christ for all those who believe, for there is no distinction. Praise the Lord. കർത്താവിൻ്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വായിച്ച വേദാംശത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം 5:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മുടെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ആരംഭിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്, therefore
സിൻസ് വി ഹാവ് ബീൻ ജസ്റ്റിഫൈഡ് ത്രൂ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ therefore അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് എന്തോ ഒരു കാര്യം അതിനോട് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ 4-ാം അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം ചേർത്താണത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 4-ാം അധ്യായത്തിലെ അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. വേഴ്സസ് 24 and 25. 4-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. But also for us, to whom God will credit righteousness, for us who believe in him who raised Jesus our Lord from the dead. He was delivered over to death for our sins and was raised to life for our justification. Praise the Lord. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാകയാൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജസ്റ്റിഫിക്കേഷനെ കുറിച്ചാണ് അവിടെ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഡു യു മീൻ ബൈ ജസ്റ്റിഫിക്കേഷൻ? എന്താണ് നീതീകരണം എന്ന് പറഞ്ഞാൽ? ആർക്ക് പറയാം നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നീതിമാനായ ദൈവം യേശുക്രിസ്തുവിലൂടെ ഒരുവരെ നോക്കിക്കാണുമ്പോൾ, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ നോക്കിക്കാണുമ്പോൾ നിയമപരമായി നീതിമാൻ എന്ന് എണ്ണുന്ന ഭാഗ്യാവസ്ഥയാണ് നീതീകരണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, ജസ്റ്റിഫിക്കേഷൻ ഈസ് വെൻ we put our faith in Jesus Christ and at that very moment itself Christ declares us to be legally righteous. നിയമപരമായി തന്നെ നമ്മളെ നീതിമാന്മാരെന്ന് എണ്ണുക. ഹല്ലേലൂയ. ഒരു കുറവുമില്ലാത്തവന്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ നമ്മളെ കാണുമ്പോൾ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യ പദവിയാണ്, ഭാഗ്യ അവസ്ഥയാണ് ഇവിടെ നാം കാണുന്ന ഹല്ലേലൂയ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നു, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായി ഒരു വ്യത്യാസവുമില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ, യേശുക്രിസ്തുവിൻ്റെ അടക്കത്തിൽ, അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഹല്ലേലൂയ നീതീകരണം എന്ന് പറയുന്നത് എത്ര മഹത്തരമായ കാര്യമാണ്. ഹല്ലേലൂയ. നാം ഇവിടെ ചിന്തിക്കുന്നത് 5 റിമാർക്കബിൾ or unbelievable or wonderful blessings of justification. നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, നീതീകരണത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അവിശ്വസനീയമായ അനുഗ്രഹങ്ങളെ, 5 അനുഗ്രഹങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എത്ര മനോഹരമായ ദൈവവചനമാണിത്. ഹല്ലേലൂയ. സ്തോത്രം. ആദ്യത്തെ വാക്യത്തിൽ തന്നെ 1-ാമത്തെ കാര്യം കാണാം. 2-ാമത്തെ ബ്ലെസ്സിംഗ് 2-ാമത്തെ വചനത്തിൽ കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്ക്. Therefore since we have been justified through faith we have peace with God through our Lord Jesus Christ. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. 1-ാമത് ലഭിച്ചിരിക്കുന്ന ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനമാണ്. പീസ് വിത്ത് ഗോഡ്. 2-ാമത്തെ അനുഗ്രഹം 2-ാം വചനത്തിൽ പറയുന്നു, ത്രൂ whom we have gained access by faith into this grace
in which we now stand. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ആക്സസ് ടു ഗോഡ്. ദൈവത്തിങ്കിലേക്കുള്ള ഒരു പ്രവേശനം. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ ഒന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞ ദൈവത്തോടുള്ള സമാധാനം എന്ന് പറഞ്ഞത്, സ്തോത്രം, ഒന്ന് ചിന്തിക്കാനായി ഒരു വേദാംശം നമുക്ക് വായിക്കാം. സെയിൻറ്റ് പോള് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം. ഹല്ലേലൂയ. മലയാളം തന്നെ ഞാൻ വായിക്കാം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമാകുന്ന ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഹല്ലേലൂയ. ഈ തിരുവചനം ധ്യാനിച്ചാൽ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ദൈവത്തോടുള്ള സമാധാനം എത്രയോ വലുതാണ്. ഹല്ലേലൂയ. സ്തോത്രം. രണ്ടാമത് നമ്മൾ വായിച്ച 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞു, അല്ലേ? ആക്സസ് ടു ഗോഡ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അതും എഫേസ്യ ലേഖനം തന്നെ 2-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ വന്നാട്ടെ. അതിന്റെ 18-ാം തിരുവചനം ഒന്നെടുത്ത് വായിക്കാം. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ദൈവവചനം വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ ബ്ലെസ്സിങ്, അവിശ്വസനീയമായ അനുഗ്രഹം, നീതീകരണം മൂലം ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. Hope of the glory of God. ഈ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ഹോപ്പ് അല്ലെങ്കിൽ പ്രത്യാശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുഭാപ്തി വിശ്വാസമല്ല, ദൈവ തേജസ്സിലുള്ള പ്രശംസയാണ്. അതിനോട് ചേർന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ, not only so, but we also rejoice in our sufferings, because we know that suffering produces perseverance, character, and character hope. ഹല്ലേലൂയ. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കഷ്ടത, സഹിഷ്ണുത, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. Hope of the glory of God. അതാ തേർഡ് വൺ. ഫോർത്ത്, അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, and hope does not disappoint us, because God has poured out his love into our hearts. So fourth one is love of God. ദൈവത്തിൻ്റെ സ്നേഹം. Hallelujah. 5 remarkable blessings of justification എന്ന് പറയുന്നതിൽ 4-മത്തത്, the penultimate blessing. Hallelujah. His love. ഇത് എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ജസ്റ്റിഫിക്കേഷനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് ഹിസ് ലവ്, ദ ലവ് ഓഫ് ഗോഡ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ഹോളി സ്പിരിറ്റ്. 5-മത്തെ വാക്യം പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് us, because God has poured out his love into our hearts by the Holy Spirit whom he has given us.
പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. സോ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ us. നമ്മുടെ ഉള്ളത്തിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ! എത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ് നമ്മൾ. ഉന്നതമായ ഈ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ! അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 5 remarkable or wonderful or unbelievable blessings of justification. ഈ വചനം വീണ്ടും ധ്യാനിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.